പേഴ്സ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഏതാ ബസ് എന്ന് പോലും അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ആ പേഴ്സ് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ എൻ്റെ കുഞ്ഞ് സ്വർഗത്തിലാണെങ്കിൽ എനിക്ക് ആ പേഴ്സ് തിരിച്ചു തരണം. എന്നാൽ ഞാൻ വിശ്വസിക്കും, ആ കുഞ്ഞ് സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നിൽച്ചായം വിളിച്ചു പറഞ്ഞത് പേഴ്സ് കിട്ടിയെന്ന്. അപ്പൊ എനിക്ക് വിശ്വാസമായി എൻ്റെ കുഞ്ഞ് സ്വർഗത്തിലാണെന്ന്. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ നന്മ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് എൻ്റെ ജെർമിയായ. എനിക്ക് അവന് ഈശോയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അവന് ഈശോടൊത്ത് സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നത്. ആ ദിവസങ്ങളിൽ നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു. അന്ന് വചനം പങ്കുവയ്ക്കാമെന്ന് ബ്രദർ പ്രാർത്ഥനയുടെ അവസാനം ഒരു മെസ്സേജ് തന്നു. ഞങ്ങളുടെ ആ വീട്ടിലേക്ക് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഈശോ തിരികെ തരുന്നുവെന്ന്. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഞങ്ങളെ മൂന്നാമത്തെ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായ കുഞ്ഞാണ് ഹെനോക്ക്.